തന്നെയല്ല ഈ 4 വയസ്സുള്ള മകളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ലൈംഗികമായ കുറ്റകൃത്യം ചെയ്ത് അത് ഫോണിൽ പകർത്തിയെടുത്ത്, കാരണം നാട്ടിൽ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്, വിദേശത്ത് വെച്ച് UK വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്. സിവിൽ പോലീസ് ഓഫീസറായ ജൂനിയറായ ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചിട്ട് പോക്സോ വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധിയുടെ മകനാണെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ മറ്റുള്ളവർ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആൾക്കാരാണ് ലോകത്തെ ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാരല്ല. മലയാളിക്ക് എനിക്ക് തോന്നിയത് മിനിമം 3 മുഖം നമ്മളിങ്ങനെ കാണുന്ന ഒരു മുഖം ബാത്റൂമിൽ കയറിയിട്ട് 2 മണിക്കൂറും 3 മണിക്കൂറും 1 മണിക്കൂറൊക്കെ ചെലവഴിക്കുന്നു കണ്ടിട്ടുണ്ടോ? പുറത്തേക്ക് ഇറങ്ങാതെ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ തലമുറ മൊത്തം അങ്ങനെയാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്. വാർത്തകൾ നമ്മളെ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത സ്വന്തം കിടപ്പറ ദൃശ്യങ്ങൾ വിറ്റു കാശ് വാങ്ങിയ ഒരു ഭർത്താവിനെ പറ്റിയുള്ള വാർത്തയാണ്. സംഭവം കൊല്ലത്താണ്. വാർത്ത കേട്ട് നമ്മളെല്ലാം ഒരു നിമിഷം ഞെട്ടിയിട്ടുണ്ടാകാം. എന്താണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വനിതയുടെ അല്ലെങ്കിൽ ഈ കേസിൽ ഇരയാകപ്പെട്ട സ്ത്രീയുടെ അഭിഭാഷക നമുക്കൊപ്പം ഇന്ന് ഈ ചർച്ചയിലുണ്ട്. നമുക്ക് ശ്രീ പ്രശാന്ത് വി കുറുപ്പ് ഇതൊന്ന് നമുക്ക് വിശദീകരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ തോന്നുന്നു. നമസ്കാരം പ്രശാന്ത്. ഇതിൽ സ്വന്തം ഭാര്യയുടെ കിടപ്പറ ദൃശ്യം ചിത്രീകരിച്ചു എന്നുള്ളതിലുപരി ഈ ദമ്പതികളുടെ മകളുടെ 4 വയസ്സ് മാത്രം പ്രായമുള്ള മകളുടെ മുമ്പിൽ വെച്ച് സ്വയംഭോഗം ചെയ്തതിന് ശേഷം അത് ചിത്രീകരിച്ച് അതും ഫോണിൽ കൂടി പലർക്കും അയച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൂടി ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ പെൺകുട്ടി UK ഈ പെൺകുട്ടിയോട് പലരും പറയുന്നു ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നടത്തിയ അന്വേഷണത്തിലാണ് അവസാനം ഈ ഭർത്താവ് തന്നെയാണെന്ന് ഇത് ബോധ്യപ്പെട്ടത്. ഇതിനു മുമ്പ് സ്വകാര്യമായ ദൃശ്യങ്ങൾ ഭർത്താവ് പകർത്തിയിട്ടുണ്ടെങ്കിലും അത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ ഇത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് തന്നെ 7-6 വർഷമോളമായി. അപ്പം അത്തരത്തിൽ ഇയാളുടെ കുടുംബത്തിലേതടക്കം ഈ പ്രതിയുടെ കുടുംബാംഗങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഞെട്ടലുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ആ കുടുംബാംഗങ്ങളുടെ സ്ത്രീകളുടെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഇയാൾ സ്വന്തം ഫോണിൽ 6 വർഷമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. തന്നെയല്ല ഈ 4 വയസ്സുള്ള മകളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ലൈംഗികമായ കുറ്റകൃത്യം ചെയ്ത് അത് ഫോണിൽ പകർത്തിയെടുത്ത് അതുകൂടി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള ഒരു ലൈംഗിക വൈകൃതം കൂടി ഇയാൾക്കുണ്ട്. അത് വിറ്റ് പണം വാങ്ങി എന്നുള്ളതാണ്. അത് കാരണം പോൺ സൈറ്റുകളിലാണിത്, ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തുന്ന സൈറ്റുകളിലാണിത് കാണപ്പെടുന്നത്. അപ്പോഴും ഈ പെൺകുട്ടി നമ്മുടെ സാധാരണഗതിയിൽ ഈ ദാമ്പത്യ ജീവിതത്തിനകത്ത് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് പോകും, കുട്ടികളുള്ളവരാണെങ്കിൽ പോലും. ഈ സ്ത്രീ വിദേശത്തു നിന്നും അവിടെ ഇത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് അവിടെ നാട് കടത്തപ്പെടും അല്ലെങ്കിൽ ജയിലിലടയ്ക്കപ്പെടും. കാരണം നാട്ടിൽ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്, വിദേശത്ത് വെച്ച് UK വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്, ദുബൈയിൽ വെച്ച് പണ്ട് ദുബൈയിലുണ്ടായിരുന്ന സമയത്ത് ദൃശ്യങ്ങളുമുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി ഈ ഭർത്താവിനെയും കൊണ്ട് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി കൊല്ലത്തെത്തുകയും കൊല്ലത്തെ പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും ആ കൗൺസിലിംഗ് 2-3 ദിവസം അടുപ്പിച്ച് കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു. ആ കൗൺസിലിംഗ് വെച്ചും ഇയാൾക്ക് വലിയ മാനസിക പരിവർത്തനമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇയാൾ കൺഫസ് ചെയ്തു അവിടെ വെച്ച് ഇത്തരത്തിൽ സംഭവിച്ചു പോയി. പക്ഷേ ആ കൺഫഷൻ പോലും ഈ കേസിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നടത്തിയൊരു കൺഫഷനാണ്. കാരണം അതിനുശേഷം ഈ കൗൺസിലിംഗിന് ശേഷം 2 ദിവസം ഇയാൾ മര്യാദയ്ക്ക് ഇരുന്നെങ്കിലും അടുത്ത ദിവസം വീണ്ടും ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഈ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. മാനസിക വൈകൃതമുള്ള ആളാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിട്ട് ഈ പെൺകുട്ടിയെ ഇതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഈ അടുത്ത ദിവസം ഇവർ വിദേശത്തുനിന്ന് വന്നത് തന്നെ UK വന്നത് തന്നെ ഈ മാസം 14-ാം തീയതിയാണ്. 17-ാം തീയതി ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയും ഈ പെൺകുട്ടി കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഈ പെൺകുട്ടിയുടെ മൊഴി വൈകുന്നേരം പോലീസ് എടുക്കുകയും ഒരു CPO മാത്രമാണ് ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറായ ജൂനിയറായ ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതുപോട്ടെ, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ മെറിറ്റിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നിട്ടും അന്ന് രാത്രി കേസെടുത്തില്ല. പിറ്റേ ദിവസം ഇത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോഴാണ് പോലീസ് ഒരു അഡീഷണൽ SIയും വീണ്ടും ഈ CPOയും കൂടെ വന്ന് മൊഴിയെടുക്കുന്നത്. മൊഴിയെടുത്ത സമയത്ത് 2 ദിവസം മൊഴിയെടുക്കുമ്പോഴും ഈ പെൺകുട്ടി കൃത്യമായ ദൃശ്യങ്ങളടക്കമുള്ളത് ഈ സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് ഈ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഇത് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അടക്കമുള്ള ഇത് കംപ്ലീറ്റ് രേഖകൾ കാണിച്ചിട്ടും പോലീസ് ഒരു മെല്ലെപ്പോക്ക് സമീപനമായിരുന്നു. അതിനുശേഷം അന്ന് രാത്രിയോടുകൂടിയാണ് മറ്റു മാധ്യമങ്ങളെല്ലാം കൂടി വാർത്ത കൊടുത്തപ്പോൾ മാത്രമാണ് കേസെടുത്തത്. ഞാനതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. കേസെടുത്തതിന് പോലീസിനെ താമസിച്ചതിന് 1 ദിവസം അപ്പോഴത്തേക്ക് ഈ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചിട്ട് പോക്സോ വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. ഇതിനകത്ത് ഈ പ്രതി എന്ന് പറയുന്ന ആള് അവിടുത്തെ കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു
ജനപ്രതിനിധിയുടെ മകനാണെന്നുള്ളതാണ് ഞെട്ടലുളവാക്കുന്നത്. അപ്പം അതും ഒരു പരിധി വരെ ചിലപ്പോൾ പോലീസിന് കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഈ പോലീസിന്റെ അടുത്ത സമയത്തുള്ള പരിഷ്കാരങ്ങൾ ഇപ്പോൾ SI ജൂനിയർ SIമാരാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായിട്ട് വന്നിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതുവരെ പോക്സോ വകുപ്പ് ഇന്നിപ്പോൾ പെൺകുട്ടി ഹൈക്കോടതി സമീപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതുപോലെ തന്നെ പെൺകുട്ടി ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനോട് പോലും താല്പര്യമില്ലായിരുന്ന പെൺകുട്ടി ഇന്ന് ആദ്യമായി മനോരമ അടക്കമുള്ള മറ്റു 1-2 മാധ്യമങ്ങളുമായി ഇതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തയ്യാറായി. ഇത് വളരെ ഞെട്ടലോടുകൂടി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏറ്റവും സ്വകാര്യമായി ചിന്തിക്കുന്നത് നമ്മളുടെ കുടുംബമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയാണ്. ഭാര്യയെ നമ്മൾ മറ്റുള്ളവർ നോക്കുന്നതോ ഒന്നും പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവ് തന്നെ ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ മറ്റുള്ളവർ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആൾക്കാരാണ് ലോകത്തെ ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാരല്ല. അവിടുത്തെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് വിൽക്കാൻ തയ്യാറാകുന്ന ഒരു ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? മലയാളിക്ക് എനിക്ക് തോന്നിയത് മിനിമം 3 മുഖം നമ്മളിങ്ങനെ കാണുന്ന ഒരു മുഖം, പിന്നെ നമ്മൾ കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്ന് ഒരാളെ പരിചയപ്പെടുമ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പോൾ ഞാൻ വിചാരിച്ച ആളല്ലല്ലോ. പിന്നെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു മുഖം, അത് കുറച്ച് ഭീകരമാണ് ഈ സാധനം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ആ ഒരു സ്വകാര്യ നിമിഷത്തിന് വേണ്ടിയിട്ട് മൂടി വെച്ചിരിക്കുക. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്തിനാണ് ഈ പിള്ളേരൊക്കെ ബാത്റൂമിൽ കയറിയിട്ട് 2 മണിക്കൂറും 3 മണിക്കൂറും 1 മണിക്കൂറൊക്കെ ചെലവഴിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? പുറത്തേക്ക് ഇറങ്ങാതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ കയറി അപ്പം തന്നെ ഡോറും കുറ്റിയിട്ട് കളയും. എന്താണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ഓക്കെ സ്വാതന്ത്ര്യം തന്നെയാണ്. ഞാൻ പിന്നെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ അച്ഛനും അമ്മയും അവരോട് സംസാരിച്ചാൽ മാത്രമേ അവർ സംസാരിച്ച് പഠിക്കുള്ളൂ. നോ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവര് വേറെ ലോകത്തേക്ക്, ഗാഡ്ജറ്റിന്റെ ലോകത്തേക്ക് പോകും. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിടെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് കിട്ടാൻ, ഇല്ലേ? അതുല്യ യുവനടിയാണ്, പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം റോബിൻ പറഞ്ഞ പോലെ ഈ സ്വകാര്യത ഷൂട്ട് ചെയ്യുന്ന, ഇവൻ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെയും ബാത്റൂമിൽ കയറിയാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാരും ഉണ്ട് എങ്കിൽ തന്നെയും സ്വന്തമായിട്ടാണെങ്കിലും നഗ്നചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുകയും അത് സ്വയം കാണുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക താല്പര്യമുള്ള തലമുറയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. ഡിപ്പെൻസ് നമ്മളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അത് കണ്ട് അതിൽ ഇൻസ്പയർ ആവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ തലമുറ മൊത്തം അങ്ങനെയാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷെ ഇത് ഒരു അഡിക്റ്റീവ് ആവാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ആ പ്ലേസിൽ ആൾക്കാർ ഏത് രീതിയിൽ എത്ര നേരം നമ്മൾ അതിൽ ചെലവഴിക്കുന്നു അത് കണ്ടിട്ട് നമുക്ക് തോന്നുവാണ് ലൈക്ക് ഇങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ലായിരിക്കും, സ്വന്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞ കേസ് പോലെയോ ഏതാണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു അഡിക്ഷനിൽ നിന്നാണ് നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നത്, അല്ലാണ്ട് എല്ലാവരും ആ രീതിയിലായിട്ട്. അല്ല പ്രശാന്ത്, ഇത് ശരിക്കും ഈ ഫോൺ ലീക്ക് ചെയ്തതാണോ അതോ ഇയാൾക്ക് കൈവിട്ട് പോയതാണോ? സാധാരണഗതിയിൽ നമ്മൾ ഫോൺ നന്നാക്കാൻ കൊടുക്കുമ്പോൾ ഇത് ഇത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചു എന്നുള്ളത് ഒരു തെറ്റാണ്, കുറ്റമാണ്, വൃത്തികേടാണ്, അസഭ്യമാണ്. അതൊക്കെ നിൽക്കുമ്പോഴും ഫോണിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ ഫോൺ പുറത്തു കൊടുത്ത് അങ്ങനെ സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വം ചെയ്തതായിട്ടാണോ? അല്ല, ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി UK വെച്ച് ഭർത്താവുമായിട്ട് ഇങ്ങനെ ഒരു പ്രചരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഇയാളെ സമ്മതിക്കുകയായിരുന്നു. തന്നെ ഇയാൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിലല്ലല്ലോ ജീവിക്കുന്നത്, നമ്മുടെ UK തന്നെ ഈ പെൺകുട്ടിക്ക് ഈ ഭർത്താവിനെ ആദ്യം ഇത്തരത്തിലുള്ള ദൃശ്യം പ്രചരിക്കപ്പെടുമ്പോൾ സംശയം വരാനുള്ള കാരണം കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുള്ള പത്തനാപുരം കൊല്ലം ഭാഗത്ത്, ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, ഇതൊരു ദമ്പതികളുണ്ടല്ലോ സ്വാപ്പിംഗുമായി ബന്ധപ്പെട്ട അടുത്ത സമയത്ത് വിവാദങ്ങളിലൊക്കെ പെട്ട ദമ്പതികൾ, അവരുമായിട്ട് ബന്ധപ്പെടുകയും അയാൾ ഈ ദുബൈയിലുണ്ടാകുന്ന സമയത്തും ആ നാട്ടിൽ അവധിക്ക് വരുന്ന സമയത്തും ഇത്തരത്തിൽ ഈ പങ്കാളികളെ കൈമാറുന്നു എന്നൊക്കെ നമ്മളൊക്കെ കേട്ടേ ഉള്ളൂ. അത്തരത്തിലുള്ള സംഘത്തിലേക്ക് ഈ ഭാര്യയെ പോകാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അതിന് പ്രേരിപ്പിക്കുകയും പലതവണ ചെയ്ത ഒരു പശ്ചാത്തലം ഈ പ്രതിക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം ഇയാളിലേക്ക് എത്തി. പിന്നെ ഇയാളുടെ ഫോൺ പരിശോധിച്ച് നോക്കിയപ്പോൾ ഫോണിനകത്ത് നിന്ന് മനസ്സിലായി. പിന്നെ തന്നെ ഇയാൾക്ക് മാത്രം ആക്സസ് ഉള്ള, ഇയാളത് അങ്ങോട്ട് കൊടുത്തതിൻ്റെയും മറ്റും കാര്യങ്ങൾ, ഈ കാരണം MBA ബിരുദധാരിയായ ഒരു പെൺകുട്ടിയാണ്, ഇയാൾ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ടുള്ള ആളുമാണ്, പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി അന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് ഈ പെൺകുട്ടിയും ഇയാളും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ ഞാൻ കേട്ടു, റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ. അതിൽ ഇയാൾ കൺഫസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ആദ്യം ഇയാൾ പറഞ്ഞു ഞാൻ പണത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞു, ഞാനത് ഇങ്ങനെ കൈമാറി അങ്ങനെ പോയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇയാൾ തന്നെ കൺഫസ് ചെയ്യുന്ന ആ സംഭാഷണങ്ങൾ അടക്കം ഇയാളോട് പറഞ്ഞു ശരിയെങ്കിൽ നമുക്ക് നാട്ടിൽ പോയി ഒരു കൗൺസിലിംഗ് നടത്താം എന്ന് പറയുന്നത് അടക്കമുള്ള സംഭാഷണങ്ങൾ നമ്മുടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായി, അതായത് ഒരു സ്ത്രീക്ക് ഒരു ദിവസം നേരം വിളക്കുമ്പോൾ തോന്നുന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതി അല്ല ഇത്.